നമസ്കാരം. നമ്മളിന്നൊരു വെറൈറ്റി ചായയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പടം കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും വെറ്റില കൊണ്ടാണ് ചായ ഉണ്ടാക്കുന്നതെന്ന്. നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ആവശ്യത്തിനായിട്ട് വെറ്റില മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് മിച്ചം വരികയാണെങ്കിൽ നമുക്ക് ഈ റെസിപ്പി ഉണ്ടാക്കി നോക്കാം. 2-3 ഗ്ലാസ് ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു വെറ്റില മതിയാവും. നമ്മളിന്ന് 3 ഗ്ലാസ് ചായയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് 2 ഗ്ലാസ് പാലും 1 ഗ്ലാസ് വെള്ളവുമാണ് നമ്മൾ എടുക്കുന്നത്. വെള്ളവും പാലും നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാം. ഒരു സോസ് പാൻ അടപ്പിൽ വെച്ചിട്ട് അതിലോട്ട് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ചൂടാകുന്ന സമയം കൊണ്ട് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന വെറ്റിലയുടെ നടുഭാഗത്തുള്ള ഞരമ്പ് കൈകൊണ്ട് നമുക്ക് കീറിക്കളയാം. വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്യുക. ഇനി നമുക്ക് ഈ വെറ്റില കൈകൊണ്ട് തന്നെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. എന്നിട്ടിത് തിളക്കാൻ വെച്ചിരിക്കുന്ന വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ഏകദേശം ഒരു 1/4 ഇഞ്ച് വലിപ്പത്തിലുള്ള ഒരു ഇഞ്ചി എടുത്ത് ചെറുതായിട്ട് നുറുക്കി നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാം. അടുത്തത് ഒരു ഏലക്ക ചതച്ചത് ഇട്ട് കൊടുക്കുക. പൊടിയാണെങ്കിൽ ഒരു 1/4 സ്പൂൺ ഇട്ട് കൊടുക്കണം. ഇനി ഒരു ടേബിൾ സ്പൂൺ തേയില ഇട്ട് കൊടുക്കണം. അത് കടുപ്പത്തിനനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. എൻ്റെ സ്പൂൺ ചെറുതായതുകൊണ്ടാണ് ഞാൻ 3 സ്പൂൺ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അത് ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം വരുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് തിളക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. തിളച്ച് കഴിഞ്ഞിട്ട് നമുക്കൊരു 2-3 മിനിറ്റ് സിമ്മിലിടാം. ഇഞ്ചിയും വെറ്റിലയും ഏലക്കയുടെയൊക്കെ സത്തൊന്ന് ചായയിലോട്ട് ഇറങ്ങുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന 2 ഗ്ലാസ് പാല് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് പതിയെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം തന്നെ വെറ്റിലയും ഇഞ്ചിയും ഏലക്കയൊക്കെ ചേർന്ന നല്ലൊരു മണം വരുന്നുണ്ട്. ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം. നമ്മളിവിടെ 3 ഗ്ലാസ് ചായയ്ക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. മധുരം കുറച്ച് മതി എന്നുള്ളവർ കുറച്ച് പഞ്ചസാര ഇട്ടാൽ മതി. ഇത് ഏകദേശം ഒരു മീഡിയം മധുരം വരുന്നതാണ്. പഞ്ചസാര ഇട്ട് കഴിഞ്ഞ് നമുക്ക് ഇടക്കിടക്കൊന്ന് ഇളക്കി കൊടുക്കണം. പാല് തിളച്ച് പൊങ്ങി വന്നു കഴിഞ്ഞപ്പോൾ നമുക്കൊന്ന് സിമ്മിലിട്ട് 2 മിനിറ്റ് തിളപ്പിച്ചെടുക്കാം. നല്ല മണവും രുചിയും ഒക്കെയുള്ള വെറ്റില ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഇനി നമുക്കിത് സെർവ് ചെയ്യാനായിട്ട് 2 ഗ്ലാസ്സിലോട്ട് പകർന്നെടുക്കാം. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ചൂടോടുകൂടി തന്നെ ഇത് സെർവ് ചെയ്യാനാണ് നല്ലത്. വെറ്റില കിട്ടുമ്പോൾ ഇത് ഒരു പ്രാവശ്യമെങ്കിലും എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണം. വേറൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. എല്ലാവരും വീട്ടിൽ രുചികൾ സബ്സ്ക്രൈബ് ചെയ്തു സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.